إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കുകയും അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മഹനീയമായ സ്വർഗം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട് വലിയ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. പല പ്രദേശങ്ങളിലും കുടിവെള്ളം പോലും കൃത്യമായ രൂപത്തിൽ വളരെ ശോഷിച്ച അളവിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുളങ്ങളും കിണറുകളും നദികളും എല്ലാം വറ്റി വരണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. നാലാളുകൾ കൂടിയാൽ അവിടെയെല്ലാം പൊള്ളുന്ന വെയിലിനെ പറ്റിയും ചൂടിനെ പറ്റിയുമാണ് ചർച്ച. ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ കരണ്ടില്ലാത്ത ഒരവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് പലപ്പോഴും നമ്മളെല്ലാവരും ഉള്ളത്. വെള്ളത്തിന്റെ ക്ഷാമവും ചൂടിന്റെ കാഠിന്യവും പല രൂപത്തിലും പലർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. വാഹനങ്ങളുടെ ആധിക്യമാണ്,
കെട്ടിടങ്ങളുടെ ആധിക്യമാണ്. അങ്ങനെ അങ്ങനെ പലർക്കും പല കാരണങ്ങളും പറയാനുണ്ടാകും. പക്ഷേ മുസ്ലിങ്ങൾ എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന നിലക്ക് നമ്മൾ നോക്കിക്കാണേണ്ട ഇസ്ലാമികമായ ചില വഴികളുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യാൻ വേണ്ടി, മഴ ലഭിക്കാൻ വേണ്ടി ഇസ്ലാം ഒരിക്കലും തന്നെ അനുവദിച്ചിട്ടില്ലാത്ത കടുത്ത പാപമായ ശിർക്കിന്റെ വഴികൾ തേടുന്ന ആളുകളുമുണ്ട്. ശിർക്കിന്റേതായ ഗേഹങ്ങളിൽ ചെന്നിട്ട് പല രൂപത്തിലുള്ള നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അതല്ലെങ്കിൽ ബിദ്അത്തായ മറ്റു പല കാര്യങ്ങളും ചെയ്യുകയും മാല മൗലിദ് റാത്തീബുകൾ ചൊല്ലി പാടി ആ രൂപത്തിൽ മഴയെ പ്രതീക്ഷിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെയും സഹാബിമാരുടെ വഴികളുടെയും എല്ലാം വെളിച്ചത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ ചില പരിശോധനക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരൾച്ച ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ മറ്റു പ്രദേശത്തു നിന്നും ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ക്ഷാമമാണ്, വെള്ളമില്ല, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങാൻ തുടങ്ങി, കൃഷികളെല്ലാം നശിക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടുകയാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമെന്നോണം ആ ഖുത്ബ കഴിഞ്ഞ്, ജുമുഅ കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ആളുകൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് അതാ ആകാശത്ത് നിന്നും കുത്തിച്ചൊരിയുന്ന മഴ വർഷിക്കുന്നു. ഇത് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഇവിടെ നമുക്കും നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ആ റബ്ബിനോട് തേടുക എന്നത് തന്നെയാണ്. സുഹൃത്തുക്കളെ, വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സ്രോതസ്സുകളിൽ ഒന്നാണ് വെള്ളം എന്നത്. അതിനെപ്പറ്റി അല്ലാഹു തആല സൂറത്തുൽ വാഖിഅയിൽ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. അല്ല മനുഷ്യരെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘക്കീറുകളിൽ നിന്ന് ആ വെള്ളം ഇറക്കുന്നത് ഞാനാണോ അതല്ല നിങ്ങളാണോ? ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ജഅൽനാഹു ഉജാജാ, ആ വെള്ളത്തെ ഉപ്പുരുചി ഉള്ളതാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വെള്ളം, അത് നമുക്ക് കുടിക്കാനും നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന രൂപത്തിൽ സ്വച്ഛമായ പാനീയമായി കൊണ്ടാണ് ആകാശ ലോകത്ത് നിന്നും അല്ലാഹു തആല നമുക്ക് വർഷിച്ചു തരുന്നത്. ആ വെള്ളമെങ്ങാനും നിന്നാൽ, ആ വെള്ളമെങ്ങാനും കിട്ടാതെ വന്നാൽ,
അതിന് തരാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആ വെള്ളം, ആ മഴ എന്ന് പറയുന്ന മഹനീയമായ ആ അനുഗ്രഹത്തെ അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് തേടിക്കൊണ്ട്, ആ അള്ളാഹുവിൽ നിന്നും ലഭിക്കേണ്ട മഹനീയമായ അനുഗ്രഹമാണ് ആ വെള്ളം, ആ മഴ. അത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തന്നെ ജീവിക്കാൻ, ശരിയായ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ, സ്വസ്ഥമായി കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മഴ വർഷിപ്പിക്കുന്ന റബ്ബ്, മഴ തരുന്ന റബ്ബ്, അത് റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇഅ്ലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം അതിന് ജീവൻ നൽകുന്നവൻ അല്ലാഹുവാണ്. അത് അല്ലാഹുവിന്റെ മാത്രം കഴിവാണ്. സുഹൃത്തുക്കളെ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ വെള്ളം ലഭിക്കണമെങ്കിൽ അത് റബ്ബ് തന്നെ നമുക്ക് കനിഞ്ഞ് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ, മഴ വർഷിക്കുകയുള്ളൂ. അതിന് എന്തെല്ലാം കാരണങ്ങളും എന്തെല്ലാം മാർഗങ്ങളും ആരെല്ലാം പറഞ്ഞാലും ശരി, അത് തരേണ്ടവൻ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് വിശ്വാസികൾ സദാസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വെള്ളം ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇസ്ലാം നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാപങ്ങൾ അധികരിക്കുക എന്നത്. അടിമകളായ മനുഷ്യരിൽ നിന്നുള്ള പാപങ്ങൾ അധികരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് വാനലോകത്തു നിന്നും ഇറക്കേണ്ട റഹ്മത്താകുന്ന ആ മഴയെ അല്ലാഹു തആല തടഞ്ഞു വെക്കും. പല രൂപത്തിലുള്ള ക്ഷാമങ്ങൾ കൊണ്ടും പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, പാപങ്ങൾ കൂടുമ്പോൾ വീടുകളിൽ, അതുപോലെ തന്നെ നാട്ടിലും രാജ്യത്തുമെല്ലാം പാപങ്ങൾ അധികരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളും കെടുതികളും വീട്ടിലും നാട്ടിലും രാജ്യത്തും മുഴുവനും അത് ബാധിക്കുമെന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വചനമുണ്ട്, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ, പാപങ്ങൾ കൊണ്ടല്ലാതെ ഒരു വിപത്തും ഒരു പരീക്ഷണവും ഇറങ്ങുന്നില്ല. വലാ റുഫിഅ ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ ആ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുകയുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതൊരു പരീക്ഷണങ്ങൾ നമ്മെ ബാധിക്കുന്നുണ്ടോ ആ പരീക്ഷണങ്ങളുടെ എല്ലാം പിന്നിൽ, ആ പരീക്ഷണങ്ങളുടെ എല്ലാം പിറകിൽ നമ്മുടെ പാപങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങൾ നമ്മളിൽ നിന്നും ഉയർത്തപ്പെടണമെങ്കിൽ അല്ലാഹുവിലേക്ക് ഉയരേണ്ട തൗബയുണ്ട്, പശ്ചാത്താപമുണ്ട്. ആ പശ്ചാത്താപം നമ്മളിൽ നിന്നുണ്ടെങ്കിലേ ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്നതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്കൂ, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്തിൽ ബാധിക്കുന്നുണ്ടോ, എന്തൊരു വിപത്ത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ജനങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, നമ്മുടെ ചെയ്തികൾ കൊണ്ടാണ്. അഥവാ നന്മയെക്കുറിച്ചല്ല, ഇതൊരു അള്ളാഹുവിന്റെ ഒരു താക്കീതായി കൊണ്ടാണ് റബ്ബ് പറയുന്നത്. അഥവാ നമ്മുടെ പാപങ്ങൾ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഏതൊരു മുസീബത്തും ഏതൊരു വിപത്തും നമ്മെ ബാധിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, പലതും നമ്മൾ മനസ്സിലാക്കിയവരാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ എത്രയെത്ര തലമുറകളെയാണ് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ് സമൂഹത്തിനെയും സമൂദ് സമൂഹത്തെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ കാരണം എന്തായിരുന്നു? അവരുടെ വന്നിട്ടുള്ള പാപങ്ങളായിരുന്നു കാരണം. അവരുടെ പാപങ്ങളാണ്, തിന്മകളായിരുന്നു അതിനെല്ലാം കാരണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ നോക്കൂ, ദാലിക ബിഅന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ ഒരിക്കലും തന്നെ മാറ്റുകയില്ല. അനുഗ്രഹങ്ങൾ
അല്ലാഹുവിന്റെ നിഅമത്തുകളെ അല്ലാഹു തആല ഒരിക്കലും തന്നെ മാറ്റുകയില്ല. അൻഅമഹ അലാ ഖൗമിൻ, ഒരു ജനതക്ക് നൽകിയ നിഅമത്തിനെ അല്ലാഹു തആല ഒരിക്കലും മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം, അവരങ്ങ് മാറുമ്പോഴല്ലാതെ. അപ്പൊ അല്ലാഹുവിന്റെ അനുഗ്രഹം, അല്ലാഹുവിന്റെ നിഅമത്ത് അത് നമ്മളിൽ നിന്നും തടയപ്പെടുന്നത് എപ്പോഴാണ്? അത് നമ്മുടെ ജീവിതക്രമം നമ്മൾ തെറ്റിക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വഴി വിട്ടുകൊണ്ട് സ്വദേഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തുകളൊക്കെയും അതിലൊക്കെയും മാറ്റങ്ങൾ വരുത്തും. അതൊക്കെ നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഅഊദു ബില്ലാഹി അൻ തുദ്രികുഹുന്ന, അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ, ഈ മനുഷ്യ സമൂഹത്തെ പരീക്ഷിക്കുന്ന കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തരികയാണ്. എപ്പോഴാണ്? മാ വഹറത്തുൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്ത്വാഊൻ വൽ ഔജാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സമൂഹത്തിൽ ദുർവൃത്തികൾ വ്യാപകമാകുന്നു, അതുപോലെ തന്നെ വ്യാപകമാവുകയും അത് അങ്ങോട്ട് പരസ്യമാക്കുന്ന രൂപത്തിൽ ഒരു വിധത്തിലുള്ള ഒരു മാനക്കേടോ ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ ഫാഹിഷത്തുകൾ, തെമ്മാടിത്തങ്ങളും നീചവൃത്തികളും സമൂഹത്തിലങ്ങ് അതിരുവിട്ട് അത് വ്യാപകമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു ആ സമൂഹത്തെ പരീക്ഷിക്കും. എന്തുകൊണ്ട്? ഫശാ ഫീഹിം അത്ത്വാഊൻ, പ്ലേഗ് പോലെയുള്ള മഹാമാരി കൊണ്ട് പകർച്ചവ്യാധികൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. അതുപോലെ തന്നെ വൽ ഔജാഅ്, പട്ടിണി പോലെ അതുപോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുക എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് സമൂഹത്തിന്റെ പോക്ക്, ഇന്ന് സമൂഹത്തിന്റെ ഈ മേഖലയിലുള്ള ജീവിതക്രമം എത്ര വഴിവിട്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ നാടും സാഹചര്യങ്ങളുമൊക്കെ പലപ്പോഴും തിന്മകളുടെ കുത്തൊഴുകിൽപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും തടയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് എല്ലാ വിധത്തിലുള്ള തിന്മകൾക്കും ഇന്ന് ലൈസൻസ് ലഭിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അതിനെക്കുറിച്ച് ആളുകളെ ഉത്ബുദ്ധരാക്കുകയോ ആളുകളെ തടയുകയോ ചെയ്താൽ അതെല്ലാം സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലായിക്കൊണ്ടാണ് ഇന്ന് സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, സമൂഹത്തിൽ ദുർവൃത്തികളും അതുപോലെ തന്നെ അരാജകത്വങ്ങളും വഴിവിട്ട് പരസ്യമായി കൊണ്ട് സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത പരീക്ഷണങ്ങൾ സമൂഹത്തിൽ ഇറങ്ങും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യൻഖുസുൽ മിക്യാല വൽ മീസാൻ, അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമത്വം കാണിക്കുമ്പോൾ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ ഇല്ലാ അഖദൂ ബിസ്സിനീൻ, അവരെ വരൾച്ച കൊണ്ട് അല്ലാഹു തആല വരൾച്ച അവരെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കടുത്ത അക്രമികളായ ഭരണാധികാരികളൊക്കെ അവരുടെ മേൽ വരുന്നതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ഇതെല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ മുമ്പിൽ ആളുകൾക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്രിമം കാണിച്ച് എങ്ങനെയും കൊള്ളലാഭം ലഭിക്കുക, എങ്ങനെയും ലാഭമുണ്ടാക്കുക എന്ന ചിന്ത മാത്രമാണ് പല വ്യാപാരികളുടെയും ലക്ഷ്യമായിട്ടുള്ളത്. പലപ്പോഴും അതിൽ ഹക്കും ബാത്തിലും നോക്കുന്നില്ല. അന്യന്റെ വല്ല പൈസയും വല്ല അണയും തങ്ങളുടെ വിഹിതത്തിൽ വരുന്നുണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ഹറാം കരുതുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല.
സമ്പത്തുണ്ടാക്കുക, സമ്പാദിക്കുക, ഇത് മാത്രമാണ് ആളുകളുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ വരുമ്പോൾ അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്രിമം കാണിച്ച് കൃത്യമായി കൊണ്ട് ആളുകൾക്ക് നൽകേണ്ട വിഹിതങ്ങൾ അതൊന്നും നൽകാതെ, അതുപോലെ തന്നെ കൊള്ളലാഭങ്ങൾ വർദ്ധിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഖദൂ ബിസ്സിനീൻ, അവരെ വരൾച്ച കൊണ്ട് അല്ലാഹു തആല അവരെ പിടികൂടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത്ത് അംവാലിഹിം, ആരെങ്കിലും തങ്ങളുടെ സ്വത്തിന്റെ സകാത്ത് പിടിച്ചു വെച്ചാൽ, ആ സകാത്തിന്റെ വിഹിതം നൽകാതിരുന്നാൽ അല്ലാഹു തആല പറയുകയാണ്, ഇല്ലാ മനഉ, അവർക്കും അല്ലാഹു തആല തടഞ്ഞു വെക്കുന്നതാണ്. ഖത്റം മിനസ് സമാ, ആകാശത്തു നിന്നും ഒറ്റ വീഴുന്ന ആ മഴത്തുള്ളികൾ അല്ലാഹു തആല തടഞ്ഞു വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, സകാത്ത് നൽകാതെ, സകാത്ത് നൽകേണ്ട ആളുകൾ അതിന്റെ വിഹിതങ്ങൾ കണക്ക് നോക്കി അത് നൽകാതിരുന്നാൽ ആകാശത്തു നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹമാകുന്ന മഴ, ആ മഴ അല്ലാഹു തആല തടഞ്ഞു വെക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, മഴ തടഞ്ഞു വെച്ച് പിന്നീട് മഴ ലഭിക്കുന്നത് എന്ത് കാരണത്താലാണ്? വലൗലൽ ബഹാഇമു ലം യുംതിറു, ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ മഴ പോലും വർഷിക്കില്ലായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത്, ആ റഹ്മത്ത് ലഭിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ഒന്ന് പാപങ്ങളാണ് കാരണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, നീചവൃത്തികൾ വ്യാപിക്കുക, ഫാഹിഷത്ത് വ്യാപിക്കുക. നമ്മ സമൂഹം നമുക്കറിയാമല്ലോ, ഒരു വിവാഹ ചടങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഇന്നത്തെ പേക്കൂത്തുകൾ എന്തെല്ലാമാണ്. വധൂവരന്മാരുടെയും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെയും എല്ലാം സൗന്ദര്യങ്ങൾ പൊതുസമൂഹത്തിൽ കാണുന്ന വിധത്തിലുള്ള അണിഞ്ഞൊരുങ്ങലും ചമയലും ഒക്കെയാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് മാസത്തിൽ 1-2 വിവാഹം തന്നെ ലഭിച്ചാൽ അവർക്ക് അന്നത്തെ മാസത്തിനുള്ള വരുമാനമായി എന്ന മട്ടിലാണ് ഇന്ന് സമൂഹത്തിൽ അതെല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എത്ര കാശും പൊടിക്കാൻ ഒരു ലജ്ജയുമില്ലാത്ത സമൂഹമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഗ്രഹനാഥന്മാരിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളെ പരലോകത്ത് നമ്മുടെ വീട്ടുകാരെ പറ്റി, നമ്മുടെ കീഴിലുള്ള ആളുകളെ പറ്റി നാളെ റബ്ബ് ചോദിക്കും. നമ്മുടെ മക്കളുടെ വിവാഹത്തിന്റെ ദിവസം, നമ്മുടെ മക്കളുടെ വിവാഹത്തിന്റെ ദിവസം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന സദസ്സിൽ ഈ രൂപത്തിലുള്ള അഴിഞ്ഞാട്ടവും പേക്കൂത്തുകളുമൊക്കെ ആയിക്കൊണ്ട് ഇസ്ലാമികമായ മര്യാദകളെ എല്ലാം അവഗണിച്ചുകൊണ്ട്, ഈ രൂപത്തിൽ അതിർവരമ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗ്രഹനാഥന്മാർ, വീട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരുമെന്നൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും എല്ലാം ഈ രൂപത്തിൽ കൃത്യമായ മതത്തിന്റെ വെളിച്ചത്തിൽ വാർത്തെടുത്തുകൊണ്ട് ആ രൂപത്തിലുള്ള തർബിയത്ത് നൽകിക്കൊണ്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾക്ക് കാരണക്കാരായി തീരും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രയാസങ്ങളിൽ നിന്ന്, ഈ ഒരു പ്രയാസത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള വഴിവിട്ട രൂപത്തിലുള്ള തിന്മകളും ഫാഹിഷത്തുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ വ്യക്തിപരമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട് എങ്കിൽ, അതെല്ലാം പൂർണ്ണമായി കൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട്
തേടിയാൽ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ മഴ, വെള്ളം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ക്ഷാമം എന്ന് പറയുന്ന പരീക്ഷണം അത് നമ്മളിൽ നിന്നും ഉയർത്തപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനം ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം പറയുകയാണ്, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ, പാപം കൊണ്ടല്ലാതെ ഒരു പരീക്ഷണവും ഇറങ്ങുന്നില്ല. പാപം കൊണ്ടല്ലാതെ ഒരു പരീക്ഷണവും ഇറങ്ങുന്നില്ല. വലാ റുഫിഅ ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ ഏതൊരു പരീക്ഷണവും ഉയർത്തപ്പെടുകയുമില്ല, സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുകയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മകളെ കുറിച്ച് നമ്മൾ കൃത്യമായി ഗൗരവത്തോട് നമ്മൾ കാണണം. എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിന്മകളിലേക്ക് നയിക്കുന്ന ഒരു കാരണവും ഒരു കാര്യവും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മുടെ വീട്ടിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല. പിശാച് നമ്മളെ എല്ലാ നിലക്കും തിന്മകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും റബ്ബിന്റെ നിഅമത്ത് നമ്മളിൽ നിന്നും തടയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, പ്രായപൂർത്തിയെത്തിയ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പിഞ്ചോമന മക്കൾ പോലും വെള്ളം കിട്ടാതെ സഹിക്കാൻ പറ്റാത്ത ചൂടിൽ വെന്തുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, റബ്ബിനെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടി നമുക്കുണ്ടാവണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. സ്വയം മാറാതെ ഒരു ജനതയെയും അല്ലാഹു തആല മാറ്റുകയില്ല. നമ്മൾ സ്വന്തമായി തീരുമാനിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം, മാറാൻ തയ്യാറാവണം. പല ആളുകൾക്കും പലപ്പോഴും പറയും, പലപ്പോഴും വിചാരിക്കും മാറണം. പക്ഷേ കുറച്ച് ദിവസങ്ങളൊക്കെ അതിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിലും പിന്നെയും അതിൽ നിന്നെല്ലാം മാറിപ്പോവുകയാണ് എന്ന് പലരും പ്രയാസങ്ങൾ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ദിക്റുകളാണ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലേണ്ട പല ദിക്റുകളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അറിയാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രാവിലെ ആരെങ്കിലും 100 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ, 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലാൻ എത്ര സമയം എടുക്കും? മാക്സിമം ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ 10 മിനിറ്റ് കൊണ്ട് 100 പ്രാവശ്യം ഇത് ആത്മാർത്ഥമായി കൊണ്ടൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനെ പിശാച് ബാധിക്കുകയില്ല. പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. കാരണം പിശാചാണ് നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പിശാച് നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന വലിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യം ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിന്റെ എല്ലാ വിധത്തിലുള്ള ശർറുകളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകും. അതുപോലെ തന്നെ വൈകുന്നേരം 100 പ്രാവശ്യം ചൊല്ലിയാൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ അല്ലാഹു തആല അവനക്ക് സംരക്ഷണം നൽകുമെന്നാണ്. അതോടൊപ്പം 100 പാപങ്ങൾ അല്ലാഹു മായ്ച്ചു തരും. സ്വർഗത്തിൽ 100 പദവികൾ അല്ലാഹു തആല നമുക്ക് ഉയർത്തി തരികയും ചെയ്യും. എത്ര ചെറിയ നിസ്സാരമായ ദിക്റാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സുഹൃത്തുക്കളെ. അങ്ങനെ ജീവിതം കൃത്യമായ രൂപത്തിൽ ശുദ്ധിയാക്കുക. എല്ലാ വിധത്തിലുള്ള തിന്മകളോടും പാടെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ സാധുക്കളായ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ നമ്മുടെ തിന്മകൾക്ക് വലിയ ഒരു പങ്കുണ്ട് എന്ന സത്യം പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ നിങ്ങൾ അവനോട് തൗബ നടത്തുകയും ചെയ്യുക, പശ്ചാത്തപിക്കുകയും ചെയ്യുക. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, എങ്കിൽ ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പൊ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതുപോലെ തന്നെ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും തന്റെ ജനതയോട് പറയുന്നുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഞാൻ എൻ്റെ സമൂഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടണേ. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ആ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആ റബ്ബ് നിങ്ങൾക്ക് വാനലോകത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെയും പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, അല്ല ജനങ്ങളെ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന് ഒരു ഗാംഭീര്യവും നൽകുന്നില്ലല്ലോ? നോക്കണം നിങ്ങൾ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ എന്തേ ജനങ്ങളെ അല്ലാഹുവിന് ഒരു ഗാംഭീര്യവും നൽകാത്തത്? നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിന് കൊടുക്കേണ്ട സ്ഥാനം അത് നൽകിയേ പറ്റൂ. ആ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം നമുക്ക് നൽകും. അതാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വചനത്തിൽ നിന്ന്, ഹൂദ് അലൈഹിസ്സലാമിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിരന്തരമായി കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക, നിരന്തരം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. അത് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബിനോട് ഏറ്റ് പറയുക. ഒറ്റക്കിരുന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി റബ്ബിനോട് പറയുക. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും. അല്ലാഹുവിന്റെ കാരുണ്യമാകുന്ന റഹ്മത്താകുന്ന മഴയെ അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യും. ആ റഹ്മത്ത് തടയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പാപങ്ങളാണ് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ദോഷങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ കൊണ്ടും ദോഷങ്ങളെ കൊണ്ടും നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമായ, നിന്റെ അനുഗ്രഹമായ മഴയെ നീ ഞങ്ങൾക്ക് കനിഞ്ഞ് ചൊരിഞ്ഞു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറുന്ന രൂപത്തിൽ, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹമാകുന്ന രൂപത്തിൽ നിന്റെ റഹ്മത്താകുന്ന മഴയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ വന്നിട്ടുള്ള തിന്മകൾ കൊണ്ട് നിന്റെ റഹ്മത്തിന് നീ ഞങ്ങൾക്ക് തടയല്ല റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ
റഹ്മാനെ. മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.